ഈശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ നമ്മളെല്ലാവരെയും സമ്മർദ്ദമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇന്ന് വീണ്ടും നമ്മുടെ നോമ്പുകാല ചിന്തകളിലേക്ക് കടക്കാം. ഇന്ന് തിരുവചനത്തിൽ നമുക്ക് മർക്കോസിന്റെ സുവിശേഷത്തിലെ 1 അധ്യായത്തിലെ 14 15 തിരുവചനം വായിക്കാം. വചനത്തിൽ ഇങ്ങനെ പറയുന്നു: യോഹന്നാൻ ബന്ധനസ്ഥനായപ്പോൾ യേശു ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലയിലേക്ക് വന്നു. അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷം വിശ്വസിക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. നോമ്പാചരണത്തിൻ്റെ ആവശ്യമായ ഘടകം, അല്ലെങ്കിൽ അത്യാവശ്യ ഘടകമാണ് അനുതാപം. ചെയ്തു പോയ തെറ്റിനെ കുറിച്ചുള്ള അവബോധമാണ് അനുതാപത്തിലേക്ക് ഒരുത്തന് അല്ലെങ്കിൽ ഒരുത്തിയോ നയിച്ചുകൊണ്ടിരിക്കുന്നത്. 40 ദിവസം ദീർഘിച്ച മരുഭൂമിയിലെ ഉപവാസത്തിന് ശേഷം സ്വന്തം നാടായ ഗലീലയിലേക്ക് തിരിച്ചു വന്ന യേശു പ്രഘോഷിച്ച സന്ദേശം മർക്കോസ് 4 വാക്കുകളിൽ ചുരുക്കി പറയുന്നു. 2 പ്രസ്താവനകളും തുടർന്ന് 2 ആഹ്വാനങ്ങളുമാണ് അതിൽ നമ്മൾ വായിച്ചത് കേട്ടത്. വാക്കും പ്രവൃത്തിയും സർവോപരി സ്വന്തം ജീവിതം വഴി യേശു നൽകിയ സുവിശേഷത്തിൻ്റെ രത്ന ചുരുക്കമാണ് ഈ 4 വാക്കുകൾ. നൂറ്റാണ്ടുകളായി ഇസ്രായേൽ ജനം കാത്തിരുന്ന രക്ഷയുടെ സമയം പൂർത്തിയായിരിക്കുന്നു. ദൈവരാജ്യം ഇതാ വാതിൽക്കൽ എത്തിയിരിക്കുന്നു. ഇതാണ് പ്രസ്താവനകളായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. ദൈവം തൻ്റെ ഹിതം ഭൂമിയിൽ നടപ്പിലാക്കുന്ന സമസ്തയെ ദൈവരാജ്യം അഥവാ ദൈവഭരണം എന്ന് വിശേഷിപ്പിക്കുന്നു. ദൈവരാജ്യ അനുഭവം സ്വന്തമാക്കണമെങ്കിൽ 2 കാര്യങ്ങൾ ആവശ്യമാണ്. അനുതപിക്കണം, സുവിശേഷത്തിൽ വിശ്വസിക്കണം. യേശുവിനെ ദൈവപുത്രനും രക്ഷകനുമായി സ്വീകരിച്ച് ഏറ്റുപറയുന്നതാണ് വിശ്വാസം എന്നാണ് നമ്മളെ കത്തോലിക്ക സഭ അല്ലെങ്കിൽ സഭാ പിതാക്കന്മാരെ പഠിപ്പിച്ചിട്ടുള്ളത്. അതിനാവശ്യം വേണ്ട മനോഭാവമാണ് അനുതാപം. സ്നാപക യോഹന്നാനും അവന് മുമ്പേ വന്ന നിരവധി പ്രവാചകന്മാരും ആവർത്തിച്ച ആഹ്വാനമാണ് അനുതപിക്കുവിൻ, കടന്നു പോകുന്ന വഴികൾ പരിശോധിക്കണം. ദൈവകൽപ്പനകളുടെ പശ്ചാത്തലത്തിൽ സ്വന്തം ജീവിതത്തെ അപഗ്രഥിക്കണം. എവിടെയാണ് വഴി തെറ്റിയതെന്ന് മനസ്സിലാക്കണം, ഏറ്റുപറയണം. ഇതാണ് അനുതാപത്തിൻ്റെ ഒരു മാനം നമ്മൾ കണക്കാക്കിയിട്ടുള്ളത്. ഇപ്രകാരമുള്ള അനുതാപത്തിന് പ്രത്യേകമായി ആഹ്വാനം ചെയ്യുന്നതാണ് നോമ്പുകാലം. അനുതാപത്തിന് അനേകം അടയാളങ്ങൾ ബൈബിളിൽ നമുക്ക് പല സ്ഥലത്തും കാണാൻ സാധിക്കും. വസ്ത്രം വലിച്ചു കീറുക, കീറിയ വസ്ത്രം ധരിക്കുക, ചാക്കെടുക്കുക, ചാരത്തിലിരിക്കുക, തലയിൽ ചാരം വിതറുക, ഉച്ചത്തിൽ വിലപിക്കുക, ഭക്ഷണം ഉപേക്ഷിക്കുക, ദേഹത്ത് മുറിവുകൾ ഉണ്ടാക്കുക എന്നിങ്ങനെ നിരവധി ആചാരാനുഷ്ഠാനങ്ങൾ അനുതാപത്തിൻ്റെ പ്രകടനങ്ങളായിട്ട് പഴയ നിയമത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും. പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന നിയമജ്ഞരായ എസ്രാ ഇസ്രായേൽ ജനങ്ങൾക്കിടയിൽ നിലവിലിരുന്ന മിശ്ര വിഭാഗങ്ങളെക്കുറിച്ച് കേട്ടപ്പോൾ പ്രതികരിച്ച വിധം ഒരു ഉദാഹരണമാണ്. ഇത് കേട്ട് ഞാൻ വസ്ത്രവും മേലങ്കിയും കീറി, മുടിയും താടിയും വലിച്ചു പറിച്ചു, കീറിയ വസ്ത്രം മേലങ്കിയുമായി മുട്ടിന്മേൽ വീണ് എൻ്റെ ദൈവമായ കർത്താവിൻ്റെ നേർക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചു. എസ്രായുടെ പുസ്തകത്തിലെ 9 അധ്യായത്തിൽ 3 മുതൽ 5 വരെ ചില വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അനുതാപമാണ് ഈ നോമ്പുകാലത്തിന് ഏറ്റവും അത്യാവശ്യം. പാപം ചെയ്യാത്തവരായി ആരും തന്നെയില്ല, നമ്മളെല്ലാവരും തന്നെ പാപികളാണ്. അനുതപിക്കുക, ചെയ്തു പോയി പാപങ്ങളെക്കുറിച്ച് അവബോധമുണ്ടാക്കുക, പാപത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടാക്കുക, പാപങ്ങൾ ഏറ്റുമറിഞ്ഞ് മാപ്പിരക്കുക, പരിഹാരമായി ത്യാഗങ്ങൾ അനുഷ്ഠിക്കുക, ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കുക. ഇതൊക്കെ നോമ്പാചരണത്തിൻ്റെ ഭാഗങ്ങളാണ്. ഉപവാസം, പ്രാർത്ഥന, ധർമ്മദാനം എന്നീ 3 കാര്യങ്ങൾ നോമ്പിൻ്റെ 3 തൂണുകളായി കരുതപ്പെടുന്നുണ്ട്. സഭാപിതാക്കന്മാരും മാർപ്പാപ്പന്മാരെല്ലാം ആവർത്തിച്ചതിനായിട്ട് പലപ്പോഴും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഈ നോമ്പ് കാലങ്ങളിൽ
കുറച്ച് വർഷങ്ങളോ അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകളോ ഒരു ചെറിയ ജീവിതമാണ് കർത്താവ് നമുക്ക് ഈ ഭൂമിയിൽ കർത്താവ് തന്നിട്ടുള്ളത്. അപ്പോൾ പാപികളായ നമുക്ക് കിട്ടിയ ഈ അവസരം പൂർണ്ണമായിട്ട് അനുദപിക്കാനുള്ള കാലഘട്ടമായിട്ട് മാറ്റിയെടുത്തുകൊണ്ട് വിട്ടുകൊടുക്കുക, നമ്മളെ പൂർണ്ണമായിട്ട് നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കുക, പാപങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അനുദപിക്കുക, വീണ്ടും പാപം ചെയ്യല്ലോ എന്ന് കർത്താവിനോട് ഏറ്റുപറഞ്ഞുകൊണ്ട് മാപ്പിരിക്കുക. പ്രിയമുള്ളവരെ, ഈ നോമ്പ് കാലത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ഈ ചിന്തയിലൂടെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചു കൊടുക്കാം. നമുക്കത് പ്രാർത്ഥിക്കാം. നല്ലവനായ യേശുവേ, കർത്താവേ, ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങൾ പാപികളാണെന്ന് ഏറ്റു പറയുന്നു. ഞങ്ങളുടെ പാപങ്ങൾ ഏവയാണെന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. പാപങ്ങൾ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഞങ്ങളെ മാറ്റി നടത്തണമേ. നാഥാ, ഞങ്ങൾ പൂർണ്ണമായി അനുദപിക്കുന്നു. ഈ അനുതാപത്തിൻ്റെ കാലഘട്ടത്തിലേക്ക് പൂർണ്ണമായിട്ട് ഞങ്ങളെ സമർപ്പിച്ച് ഞങ്ങൾ പൂർണ്ണമായിട്ട് ഞങ്ങളെ തന്നെ വിട്ടുതരുന്നു. കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.